നേപ്പാളിലെ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ സുരക്ഷാ റിപ്പോർട്ട് അനുസരിച്ച് പൈലറ്റുമാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി രാജ്യത്തിന്റെ ഭൂപ്രകൃതിയാണ്. എപ്പോൾ വേണമെങ്കിലും സ്വഭാവം മാറാവുന്ന കാലാവസ്ഥയുടെ സവിശേഷതയും മികച്ച റഡാർ സാങ്കേതികവിദ്യയുടെ അഭാവവും കൂടിയാകുമ്പോൾ നേപ്പാളിലേത് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകരമായ വിമാനത്താവളങ്ങളിലൊന്നായി മാറുന്നു. എവറസ്റ്റ് അടക്കം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള 8 പർവ്വതങ്ങളും നേപ്പാളിലാണ്. വ്യോമഗതാഗതം ഏറ്റവും ദുഷ്കരമായ ഭൂപ്രദേശങ്ങളിലൊന്നാണ് രാജ്യത്തേത്. മോശം കാലാവസ്ഥയിൽ അപകട ഭീഷണി ഇരട്ടിയാകും. റോഡ് യാത്രാ സൗകര്യങ്ങൾ കുറവും ദുർഘടവുമായതിനാൽ വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്ത ചെറുവിമാനങ്ങളെ യാത്രക്കാർ ആശ്രയിക്കുന്നു. ചെറുവിമാനങ്ങൾക്ക് ഇത്തരം സാഹചര്യങ്ങളിൽ അപകട സാധ്യത കൂടുതലാണെന്നത് സ്ഥിതി വഷളാക്കുന്നു. പഴയ വിമാനങ്ങൾ ഇപ്പോഴും ഉപയോഗിക്കുന്നതാണ് മറ്റൊരു വെല്ലുവിളി. സമീപ വർഷങ്ങളിൽ നേപ്പാൾ വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങളിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുകയാണ്. ലുക്ലയിലേതുപോലെ മലനിരകളിലുള്ള വിമാനത്താവളങ്ങളിൽ മതിയായ റൺവേയോ സുരക്ഷാ സാഹചര്യമോ ഇല്ല. രാജ്യത്തെ 43 വിമാനത്താവളങ്ങളിലും വ്യാപകമായുള്ള ഹ്രസ്വമായ ലാൻഡിംഗ് സ്ട്രിപ്പുകൾ വലിയ അപകട ഭീഷണിയാണ്. പുതിയ പോഖ്ര രാജ്യാന്തര വിമാനത്താവളത്തിൽ 45 മീറ്റർ വീതിയും 2500 മീറ്റർ നീളവുമുള്ള റൺവേയുമാണുള്ളത്. 1949 രാജ്യത്ത് വിമാന സർവീസ് ആരംഭിച്ചതിനു ശേഷം ചെറുതും വലുതുമായി 80ഓളം അപകടങ്ങളുണ്ടായി. 700-ലേറെ പേർ മരിച്ചു. സുരക്ഷാ അപര്യാപ്തത ചൂണ്ടിക്കാട്ടി നേപ്പാൾ വിമാനക്കമ്പനികൾക്ക് യൂറോപ്പിലേക്ക് സർവീസ് നടത്തുന്നതിന് യൂറോപ്യൻ യൂണിയൻ 2013 മുതൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞായറാഴ്ചയുണ്ടായത് നേപ്പാളിന്റെ ചരിത്രത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ അപകടമാണ്. അതേസമയം ആഭ്യന്തര വിമാന സർവീസിലെ ഏറ്റവും വലിയ അപകടമാണിത്. യതി ഗ്രൂപ്പിന്റെ 14ാമത്തെ വിമാനമാണ് കഴിഞ്ഞ 24 വർഷത്തിനിടെ അപകടത്തിൽപ്പെടുന്നത്. ഒരു ATR 72 വിമാനം അപകടത്തിൽപ്പെടുന്നത് രാജ്യത്ത് ആദ്യമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.